കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. കോൺഗ്രസിൽ കേരളത്തിലും തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. 10ഓളം പ്രമുഖരാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിച്ചത്. പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി പ്രവേശനത്തിന് പിന്നാലെ കോൺഗ്രസിന്റെ നിരവധി പ്രമുഖ നേതാക്കളാണ് ബി.ജെ.പിയിലേക്ക് എത്തുന്നത്. ഇന്നലെ തിരുവനന്തപുരം നഗരസഭയിലെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന മഹേശ്വരൻ നായരാണ് ഒടുവിലായി കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്നത്. മഹേശ്വരൻ നായർ ലീഡർ കെ കരുണാകരന്റെ വിശ്വസ്തനായാണ് അറിയപ്പെട്ടിരുന്നത്. കെ.പി.സി.സി എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിരുന്ന മഹേശ്വരൻ നായരുടെ ബി.ജെ.പിയിലേക്കുള്ള പോക്ക് അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിന് വലിയ അടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കോൺഗ്രസിലെ ഗ്രൂപ്പ് കളി പല പ്രാദേശിക നേതാക്കൾക്കിടയിലും വലിയ പ്രതിഷേധത്തിനാണ് കാരണമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായ വി മുരളീധരന് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിന്റെ ഓഡിയോ സന്ദേശം സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിരുന്നു. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസിലെ മറ്റ് 2 പ്രമുഖ നേതാക്കൾ കൂടി ബി.ജെ.പിയിലേക്ക് എത്തിയിരുന്നു. മുൻ ഡി.സി.സി ജനറൽ സെക്രട്ടറിമാരായിരുന്ന തമ്പാനൂർ സതീഷും ഉദയനുമായിരുന്നു കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന മറ്റു പ്രമുഖർ. ഇവരോടൊപ്പം തന്നെ കായിക താരവും കെ.പി.സി.സി കായികവേദി മുൻ പ്രസിഡന്റും മുൻ സ്പോർട്സ് കൗൺസിലും അധ്യക്ഷയുമായിരുന്ന പത്മിനി തോമസും കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്നിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു എറണാകുളത്ത് മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന പനമ്പള്ളി ഗോവിന്ദ മേനോന്റെ കൊച്ചുമകൾ സുജാത മേനോനും ഭർത്താവ് അനിൽ കൃഷ്ണനും ബി.ജെ.പിയിൽ ചേർന്നത്. ഇനിയും പല പ്രമുഖ നേതാക്കളും ഉടൻ തന്നെ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേരുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഏതായാലും തിരഞ്ഞെടുപ്പ് അടുക്കും തോറും കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് എത്തുന്ന നേതാക്കളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പി ഇത് വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.